നല്ല ആവി പറക്കണ സോഫ്റ്റ് ഇടിയപ്പമാണ് കേട്ടോ. ഇടിയപ്പം വെച്ചിട്ട് നമുക്കൊരു റെസിപ്പി ചെയ്ത് നോക്കാം. നിങ്ങൾ ഇൻട്രോയിൽ കണ്ട പോലെ തന്നെ നല്ലൊരു നാടൻ റെസിപ്പിയാണ്. നമ്മുടെ നാടൻ ഇടിയപ്പവും അതുപോലെ അതിൽ കുറച്ച് ഫില്ലിങ്ങൊക്കെ വെച്ചിട്ട് ഒരു കിഴി കെട്ടിയിട്ട് വീണ്ടും സ്റ്റീം ചെയ്തിട്ട് എടുക്കുന്നൊരു റെസിപ്പിയാണ്. അപ്പോൾ അതിലേക്ക് ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്ന പ്രോൺസാണ്. ഇതിപ്പോൾ ഒരു മീഡിയം സൈസ് പ്രോൺസ് ആണെങ്കിലും ചിലത് വലുതാണ് കേട്ടോ. ഇതിപ്പോൾ 1/2 kg പ്രോൺസാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇതിൽ നമുക്കിനി മാരിനേറ്റ് ചെയ്തിട്ട് ബാക്കി പരിപാടി നോക്കാം. ഓക്കെ, പ്രോൺസ് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം കുറച്ച് സാൾട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ലൈം ജ്യൂസ് എപ്പോഴും പ്രോൺസിൻ്റെ കൂടെ അടിപൊളിയാണ്. 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി. കുറച്ച് കോക്കനട്ടും ഓയിലും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. നന്നായി മിക്സ് ചെയ്തെടുക്കുക. മാരിനേറ്റ് ചെയ്തതിന് ശേഷം ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നില്ല കേട്ടോ, അപ്പോൾ തന്നെ ഫ്രൈ ചെയ്യുകയാണ്. എനിക്ക് കുറച്ച് കൂടുതൽ ഇഷ്ടം അങ്ങനെ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് ചെറുള്ളി നേരിയതായിട്ട് സ്ലൈസ് ചെയ്തതാണ്. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമുക്ക് ഇടിയപ്പത്തിൻ്റെ ഒപ്പം ലേയേഴ്സിൽ ഇത് ഫില്ല് ചെയ്യണം. അതുപോലെ കുറച്ച് കറി ലീവ്സും ഫസ്റ്റ് തന്നെ ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കുക. എന്നിട്ട് ബാലൻസ് വരുന്ന ഓയിലിൽ നമുക്ക് പ്രോൺസ് ഫ്രൈ ചെയ്തെടുക്കാം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഫില്ലിങ് റെഡിയാക്കാം. പാൻ അത്യാവശ്യം ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് കോക്കനട്ട് ഓയിലാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. പാൻ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് സ്ലൈസ് ചെയ്ത് ഷാലറ്റ്സ് ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇതൊരു 1/2 കപ്പോളം ഉണ്ട് കേട്ടോ സ്ലൈസ് ചെയ്തത്. നന്നായി ഫ്രൈ ആയി വരണം. ഓയിൽ അത്യാവശ്യം മുങ്ങിക്കെടുക്കുന്ന രീതിയിൽ തന്നെയാണ് കേട്ടോ ഫ്രൈ ആവുന്നത്. അത്യാവശ്യം ഓയിൽ ആഡ് ചെയ്തിട്ട് തന്നെ ചെയ്യുക. നമുക്കിത് മാറ്റിയതിന് ശേഷം ഇതിൽ തന്നെ പ്രോൺസ് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണല്ലോ. അതുകൊണ്ട് ഓയിൽ എന്തായാലും വേസ്റ്റ് ആവില്ല. നമ്മുടെ ഉള്ളിയൊക്കെ അത്യാവശ്യം ബ്രൗൺ ആയി തുടങ്ങിയിട്ടോ. ഇനി ഈ സമയത്ത് നമുക്ക് കറി ലീവ്സും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് 2 കറിവേപ്പിൻ്റെ ഇല ചേർത്ത് നല്ല ക്രിസ്പി ആയിട്ടാട്ടോ ഇരിക്കുന്നത്. ഇപ്പോൾ ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കാം. അപ്പോൾ ഈ ക്രിസ്പിനെസ് അങ്ങനെ തന്നെ നിൽക്കും കേട്ടോ ലാസ്റ്റ് ഗാർണിഷ് ചെയ്യുന്ന ടൈം വരെ. ഇതിപ്പോൾ അത്യാവശ്യം നല്ല കിളുക്കം ആയിട്ടുണ്ട് കേട്ടോ. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്യാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രോൺസിൽ നിന്ന് അത്യാവശ്യം വെള്ളം ഇറങ്ങും. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുക്ക് ചെയ്യാൻ പറയുന്നത്. സ്ലോ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ ഇതിലത്തെ വെള്ളം മുഴുവൻ ഫസ്റ്റ് വന്ന് അത് വറ്റിയതിന് ശേഷം മാത്രമേ ഇത് ഫ്രൈ ആവുള്ളൂ. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടുകയും ചെയ്യും. അതുപോലെ പ്രോൺസിന് കുക്കിംഗ് ടൈം വളരെ കുറവാണ്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ചെയ്തെടുക്കാം. പ്രോൺസ് മാരിനേറ്റ് ചെയ്യുമ്പോൾ അതിൽ വെള്ളമൊന്നും ഇല്ലാതിരിക്കാൻ ശ്രമിക്കുക കേട്ടോ. പാക്ക് ഡ്രൈ ചെയ്തതിന് ശേഷം മാത്രം മാരിനേറ്റ് ചെയ്യുക. ഇപ്പോൾ കണ്ടില്ലേ, ഇതിൽ ഒട്ടും വെള്ളം വന്നിട്ടില്ല. നന്നായി ഫ്രൈ ആയി വരുന്നുമുണ്ട്. പ്രോൺസ് അത്യാവശ്യം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റാം. പ്രോൺസ് ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ പാനിൽ ഇപ്പോൾ ഓൾറെഡി നമ്മൾ പ്രോൺസ് ഫ്രൈ ചെയ്ത മസാല ഉണ്ട്. ഓയിൽ വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഫസ്റ്റ് തന്നെ സ്ലൈസ് ചെയ്ത ഓണിയൻസ് ചേർത്ത് കൊടുക്കുക. ഇതൊരു 3 മീഡിയം സൈസ് ഓണിയൻസ് ഉണ്ട്. ഇനി ഇതൊന്ന് വാടി വരുന്നവരെ സോട്ട് ചെയ്ത് കൊടുക്കുക. ഓയിൽ എക്സ്ട്രാ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ആഡ് ചെയ്ത ഓണിയൻസൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് ക്രഷ് ചെയ്ത ഗാർലിക്കും അതുപോലെ ജൂലിയൻസായി കട്ട് ചെയ്ത മാംഗോ ജിഞ്ചർ. ഞാൻ നോർമൽ ജിഞ്ചറല്ല ഇതിൽ ആഡ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നത് നമ്മുടെ പ്രോൺസായിട്ട് മാംഗോ ജിഞ്ചർ നല്ലൊരു കോമ്പിനേഷനായിട്ട് വരുന്നതാണ്. ഫസ്റ്റ് ടൈമാണ് ഞാൻ ട്രൈ ചെയ്യാൻ പോണത്. അപ്പോൾ ഇവിടെ മാംഗോ ജിഞ്ചർ ഉണ്ട്. അപ്പോൾ ഞാൻ അതാണ് എടുത്തിരിക്കുന്നത്. അതൊരു മീഡിയം കഷ്ണമാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ജൂലിയൻസായിട്ട് കട്ട് ചെയ്തിരിക്കുക കേട്ടോ. നിങ്ങൾക്ക് മാംഗോ ജിഞ്ചർ അവൈലബിൾ ആണെങ്കിൽ അത് ആഡ് ചെയ്യുക. അല്ലെങ്കിൽ ഗാർലിക്കിൻ്റെ ഒപ്പം ജിഞ്ചറും കൂടെ ക്രഷ് ചെയ്തിട്ട് ആഡ് ചെയ്താൽ മതി. നിങ്ങൾക്ക് മാംഗോ ജിഞ്ചർ കിട്ടാനില്ലെങ്കിൽ അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഇത് രണ്ടും ഞാൻ ഈ ടൈമിൽ ആഡ് ചെയ്യാം കേട്ടോ. നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. ഞാനിതുപോലെ മാംഗോ ജിഞ്ചർ നമ്മുടെ ഫിഷ് കറിയിൽ ആഡ് ചെയ്തിട്ട് നല്ലൊരു ഫ്ലേവറായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇതൊന്ന് റോസ് സ്മെല്ലൊക്കെ പോകണം. അതുവരെ ഒന്ന് സോട്ട് ചെയ്യുക. ഈ സമയത്ത് കുറച്ചും കൂടെ കറി ലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കുക. ഓനിയൻസ് അവിടെ നിന്ന് റെഡി ആവട്ടെ. ടൈം കൊണ്ട് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച പ്രോൺസ് ഉണ്ടല്ലോ
ഇത് അത്യാവശ്യം വലിയ ടൈപ്പ് ആയതുകൊണ്ട് കേട്ടോ ഞാൻ ക്രഷ് ചെയ്തിട്ടാണ് ചേർക്കണേ. നിങ്ങൾക്ക് ചെറിയ ടൈപ്പ് ചെമ്മീനൊക്കെ കിട്ടുന്നതെന്ന് വെച്ചാൽ ക്രഷ് ചെയ്യാനൊന്നും നിൽക്കണ്ട, ഡയറക്റ്റായിട്ട് അങ്ങനെ ചെയ്യാം. ഇതിപ്പോൾ ഫ്രൈ ചെയ്തതിന് ശേഷം ഒന്നില്ലെങ്കിൽ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഒന്ന് ചങ്ക്സായിട്ട് ക്രഷ് ചെയ്തെടുക്കാം. സവാളയൊക്കെ അത്യാവശ്യം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് പെരിഞ്ജീരകവും അതുപോലെ പ്രോൺസും നല്ലൊരു കോമ്പിനേഷനാണ്. പച്ചമണം പോണ വരെ സോട്ട് ചെയ്തെടുക്കുക. നമ്മൾ ചേർത്ത പൊടികളുടെയൊക്കെ റോസ്മെല്ല് പോയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കട്ട് ചെയ്ത് വെച്ച ടൊമാറ്റോസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 2 ചെറിയ തക്കാളി ആട്ടോ ചേർക്കണേ. ഇത് അത്യാവശ്യം പുളിയുള്ള തക്കാളിയാണ്. ഇനി ഇതൊന്ന് സോഫ്റ്റായി അത്യാവശ്യം നന്നായി ഒന്ന് ഉടഞ്ഞു വരുന്ന പാകമാവണം. നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ലോ ഫ്ലെയിമിൽ മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോഴാണ് ഗ്രേവിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഓൾറെഡി പ്രോൺസ് മാരിനേറ്റ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് ഇതിൽ ആഡ് ചെയ്താൽ മതി കേട്ടോ. ഞാൻ ഇപ്പോൾ ഇതിൽ കല്ലുപ്പാണ് ആഡ് ചെയ്യുന്നത്. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ മൂടി വയ്ക്കാം. ഇതിൽ ഞാൻ വേറെ വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല. കുറച്ച് കോക്കനട്ട് മിൽക്ക് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷെന്ന് പറഞ്ഞാൽ ഒരു 2 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് ആഡ് ചെയ്തിട്ടുണ്ടാവും. അത്രേ ഉള്ളൂ. ഒന്ന് വെറ്റാവാൻ വേണ്ടിയിട്ട് വീണ്ടും ഇതുപോലെ മൂടി വയ്ക്കുക. തക്കാളിയൊക്കെ അത്യാവശ്യം സോഫ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അതുപോലെ നമ്മുടെ മസാലയൊക്കെ റോസ്മെല്ലൊക്കെ പോയി നല്ലൊരു ഫ്ലേവർ വരുന്നുണ്ട്. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കാം. കുറവുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച പ്രോൺസ് ഉണ്ടല്ലോ, അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത്രേ ഉള്ളൂ ഫില്ലിങ്ങിൻ്റെ പരിപാടി. നമുക്ക് ലാസ്റ്റ് കുറച്ച് പെപ്പർ പൗഡർ, ഇത് ക്രഷ് ചെയ്തതാണ് കേട്ടോ, ഫുൾ പൗഡർ ഫോമല്ല, ക്രഷ് ചെയ്തതാണ് കുറച്ചും കൂടെ നല്ലത്. ഞാനിവിടെ ക്രഷ് ചെയ്ത പൗഡറാണ് ചേർക്കുന്നൊരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് ചേർത്തുന്നുണ്ട്. ലാസ്റ്റ് പെപ്പർ ചേർക്കായിരിക്കും എപ്പോഴും നല്ലത്. അതാണ് കുറച്ചും കൂടെ ഫ്ലേവർ പെപ്പറിൻ്റെ ഉണ്ടാവുക. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യുക. വാഴയിലയിൽ ഇടിയപ്പം അത്യാവശ്യം വലുപ്പത്തിലാണ് ആക്കിയെടുത്തിരിക്കുന്നത്. അത് വാട്ടിയ ഒരു വാഴയില വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഫസ്റ്റ് ലെയർ വെച്ചിട്ടുണ്ട്. ഇടിയപ്പം സോഫ്റ്റ് ഇടിയപ്പം ഉണ്ടാക്കാനുള്ള റെസിപ്പിയൊക്കെ നമുക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് ഒരു ഇടിയപ്പം വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തിക്ക് കോക്കനട്ട് മിൽക്ക് ഉണ്ടല്ലോ, അത് ഒഴിച്ച് കൊടുക്കാം. കുറച്ച് മതി കേട്ടോ. ജസ്റ്റ് ഇതൊന്ന് വെറ്റാവാൻ വേണ്ടി മാത്രം ഒഴിക്കുക. ഇനി നമുക്ക് നമ്മുടെ ഫില്ലിങ് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇതിൽ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ഷാലറ്റ്സും കറി ലീവ്സും എപ്പോഴും നല്ല ക്രിസ്പി ആയിട്ടാട്ടോ ഇരിക്കണേ. കട കിൽക്കാൻ സൂപ്പറല്ലേ, അത് അടിപൊളി ടേസ്റ്റ് ആട്ടോ. അത് കുറച്ച് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. അടുത്തൊരു ഇടിയപ്പം അത് ഇതിൻ്റെ മുകളിൽ വയ്ക്കാം. കോക്കനട്ട് മിൽക്ക് വെച്ചിട്ട് വെറ്റാക്കി കൊടുക്കുക. ഒരുപാട് ഒഴിക്കരുത് കേട്ടോ, കുറച്ച് മാത്രം. ഇനി നമ്മുടെ ബാക്കി ഫില്ലിങ്സ്, ഇതിപ്പോൾ ഫില്ലിങ് കൂടുതലുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഒരു 3 ഇടിയപ്പം വെച്ചിട്ടാണ് ചെയ്യുന്നുള്ളൂ. വീണ്ടും നമ്മുടെ സാലഡ്സും കറി ലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ലാസ്റ്റ് ഇടിയപ്പം കൂടി ഇതിലേക്ക് വെച്ച് കൊടുക്കുക. വീണ്ടും കുറച്ചൊന്ന് കോക്കനട്ട് മിൽക്ക് സ്പ്രെഡ് ചെയ്യുക. ദെൻ ഗാർണിഷിങ് ജസ്റ്റ് കുറച്ച് മാത്രം ഇട്ടാൽ മതി കേട്ടോ. ഇനി നമുക്ക് ഈ കിഴി കെട്ടണം. ഞാനിത് ഓൾറെഡി വാട്ടി വെച്ച വാഴയില കേട്ടോ, അല്ലെങ്കിൽ കിഴി കെട്ടുമ്പോൾ പൊട്ടും. ഇത് ഓൾറെഡി നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കിയ വാഴയില അങ്ങനെ വെച്ചിരിക്കണം. അപ്പോൾ നമുക്കിത് കിഴി കെട്ടിയെടുക്കണം.
അപ്പോൾ നമ്മുടെ കിഴി സെറ്റായിട്ടുണ്ട്. ഇത് പാത്രം നന്നായി ചൂടായി വന്നു നമ്മുടെ കിഴി ഉണ്ടല്ലോ ഇതിലേക്ക് ഇറക്കി വയ്ക്കും. 10 മിനിറ്റ്സോളം ഇത് സ്റ്റീം ചെയ്തെടുക്കുക. കിഴി സെറ്റായിട്ടുണ്ട് കേട്ടോ. തുറന്ന് നോക്കാം. നമുക്ക് കിഴി ഓപ്പൺ ചെയ്ത് നോക്കാം. സൂപ്പറായിട്ടുണ്ട്. ഇട്ട ഷാലറ്റ്സൊക്കെ ഒന്ന് സോഗിയിട്ടുണ്ട്. അപ്പം നമുക്ക് വീണ്ടും ഇതിപ്പോഴും ഭയങ്കര ക്രിസ്പി ആയിട്ടാട്ടോ ഇരിക്കണേ. അത് കുറച്ചും കൂടെ ഒന്ന് ഗാർണിഷ് ചെയ്യുക. എല്ലാ ലെയറും കിട്ടണ ഒരു ഇതിൽ ഒരു ബൈറ്റ് എടുത്ത് നോക്കാം. പ്രോൺസിൻ്റെ ഒപ്പം മാങ്ങിഞ്ചി നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. അത് ഇതുപോലെ ലെയർ ചെയ്ത് ചെയ്തപ്പോൾ അടിപൊളിയായി വന്നിട്ടുണ്ട്. നിങ്ങളൊരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ അടുത്ത റെസിപ്പി വരാം. ബൈ.